ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം യസ്യ നഃ കൽപ്പതേ സിദ്ധൈ പാദാംബുജരജോ ലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ മതത്തെക്കുറിച്ച് ഗുരുവിൻ്റെ അഭിപ്രായം, ശാസ്ത്രീയമായിട്ട് അതെങ്ങനെയാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തുടങ്ങി വെച്ചതാണ്. മഹത്തുക്കളായിട്ടുള്ള തത്വദർശികളുടെ അഭിപ്രായമാണ് മതം. അതിൻ്റെ കുറച്ച് വിശദീകരണങ്ങളിലേക്കാണ് ഗുരു നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അടുത്ത ശ്ലോകത്തിൽ എന്താണ് ഗുരു പറയുന്നത്? അനേക ഗിരിസംഭൂത നിമ്നഗേവ മഹോദധിം ഏകം സനാതനം വസ്തു പ്രാപ്യ വിശ്രാമ്യതി സ്വയം. അപ്പോൾ അനേക ഗിരി സംഭൂത നിമ്നക, അനേകം പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. അപ്പോൾ പർവ്വതങ്ങളിൽ നിന്ന് നദി ഉത്ഭവിക്കുന്നു എന്ന് പറയുമ്പോൾ മഴ കൂടുതൽ ലഭിക്കുകയും അതിങ്ങനെ ഒലിച്ചിറങ്ങി ഒക്കെ വരുന്നതാണ്. മഹോദധി, ആ നദി എവിടെയാണ് എത്തിച്ചേരുന്നത്? സമുദ്രത്തിൽ. മഹോദധിം, സമുദ്രത്തെ പ്രാപിച്ചിട്ട് സ്വയം വിശ്രാമ്യതി ഇവ, സ്വയമായിട്ട് വിശ്രമിക്കുന്നു എന്ന പോലെ ഏകം സനാതനം വസ്തു, ഏകവും സനാതനവും ആയിരിക്കുന്ന വസ്തുവിനെ പ്രാപിച്ച് ലയിക്കുന്നു. അപ്പൊ ഇവിടെ പല പല പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ സമുദ്രത്തിൽ എത്തിച്ചേരുമ്പോഴാണ് അത് സ്വയമായിട്ട് വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ലയിച്ചു ചേരുന്നത്. അതുപോലെയാണ് എന്ത് സംഭവിക്കുന്നത്? പല പല അഭിപ്രായങ്ങൾ, പല പല മതങ്ങളിലൂടെ ആ പറഞ്ഞിരിക്കുന്ന സത്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് സമുദ്രത്തിലെ ജലം ചൂടുകൊണ്ട് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോയി, പിന്നെ അത് തണുത്ത് മഴയായിട്ട് പെയ്യുമ്പോൾ ഉയർന്ന പ്രദേശത്ത് നിന്ന് അതൊഴുകി, പർവ്വതം എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഉയർന്ന പ്രദേശത്ത് നിന്ന് ഒഴുകി പല പല കൈവഴികളിലൂടെ നദികളൊക്കെ ആയി, പിന്നെ അത് ചെന്ന് കടലിൽ തന്നെ ചേരുകയാണ്. സത്യത്തില് അവിടെ ചേരുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് കാരണം അത് നമ്മൾക്ക് ബാഹ്യമായിട്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ജലം വേറെ ആയിട്ടില്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല, ജലം തന്നെയാണ്. ഇവിടെ അറിവില്ലായ്മ കൊണ്ട് ആണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് ഉണ്ടെന്നും അത് തിരിച്ച് ഇങ്ങനെ വന്ന് ലയിക്കുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു ചൈതന്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ് അറിവില്ലായ്മ കൊണ്ട്. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാവുന്നതാണ്. മഹർഷി പറയുന്നു തത്വമസി, അത് നീ തന്നെയാണ്. അത് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ആ ശക്തിയെ പറയുന്നത്. അത് നീ തന്നെയാണ് എന്ന് മഹർഷി
ജിജ്ഞാസുവിനോട് ഉപദേശിക്കുകയാണ്. അപ്പോ ആ തലത്തിൽ ആ ശിഷ്യന് ആ ഒരു ട്യൂണിങ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അവൻ അതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കുറേ പ്രോസസ് ഉണ്ട് അല്ലെ? നമ്മുടെ മനസ്സിനകത്തുള്ള തെറ്റിദ്ധാരണകളെ മാറ്റി അവനൊരു ഫൈൻ ട്യൂണിങ്ങിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അപ്പോൾ അവൻ എങ്ങനെ മനസ്സിലാക്കുന്നു? ഞാൻ ബ്രഹ്മം തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി. തത്വമസി എന്നാണ് ഉപദേശിക്കുന്നത്. മനസ്സിലാക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്നാണ്, ഞാൻ ബ്രഹ്മം തന്നെയാണ്. സർവം ഖലിതം ബ്രഹ്മ. അപ്പൊ ഞാൻ ബ്രഹ്മം തന്നെയാണ്, അതോടൊപ്പം തന്നെ ഈ കാണപ്പെടുന്നതൊക്കെയും ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഒറ്റ ഉപദേശത്തിൽ അവന്റെ സംശയം മാറുന്നു. പിന്നെ ഇവിടെ ചുറ്റി ഈ കിടക്കുന്ന കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ എന്താണ്? ഈ കാണുന്നതെല്ലാം സർവം ഖലു ഇതം ബ്രഹ്മ, അത് അയമാത്മാ ബ്രഹ്മ, ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ആ തിരിച്ചറിവാണ്, അത് ദർശനം എന്ന് പറയുന്നത്, തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പിന്നെ എവിടെയാണ് നമ്മൾ പോയി ചേരുന്നത്? ഇപ്പൊ യോഗദർശനമൊക്കെ പറയുന്ന പോലെ അവിടെ എവിടെയെങ്കിലും ഒരു ഞാൻ പോയി ചേരുന്നുണ്ടോ? ഇപ്പൊ ഈ നദിയിലെ ജലം കടലിൽ ചേരുമ്പോൾ അവിടെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ജലം ജലം തന്നെയാണ് അല്ലേ? അത് ലയിച്ചു ചേരുന്ന പോലെ നമുക്ക് തോന്നുകയാണ്. നമ്മൾ എങ്ങനെയാണോ, പക്ഷെ നമ്മൾ ഈ ഒരു അറിവില്ലാത്ത ജനങ്ങളായതുകൊണ്ട് ഞാൻ വേറെയാണ്, ഈ ചൈതന്യം വേറെയാണ്, ഈ ബ്രഹ്മം വേറെയാണ് എന്നൊക്കെയുള്ള തെറ്റായിട്ടുള്ള ധാരണ കൊണ്ടാണ് ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ നമ്മളോട് പറയുന്നത്. മഹർഷിമാരും താൽക്കാലികമായിട്ട് അതവിടെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ജീവാത്മാവുണ്ടെന്നും അത് ഈ ശരീരം വിട്ടുപോകുമെന്നും അത് പിന്നീട് പിതൃലോകത്ത് പോകുന്നു, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ്? ആ തലത്തിൽ ഇപ്പൊ ഒരു മഴ പെയ്ത് അത് പർവ്വതത്തിൽ വീണ് അവിടെ നിന്ന് തുള്ളി തുള്ളിയായിട്ട് അത് ഒലിച്ചിറങ്ങി, അത് ചെറിയൊരു കൈവഴിയായി, പിന്നെ അതൊരു വലിയ നദിയായി, പിന്നെ ഇതൊക്കെ അപ്പോഴും അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതിന് മാറ്റം ഒരിക്കലും ഒരു സമയത്ത് സംഭവിച്ചിട്ടില്ല. അതിലേക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി ഒക്കെ നമുക്ക് ഉണർത്താൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. കാരണം ഒരുപാട് വേറെ വിശ്വാസങ്ങളും അതുപോലെ വഴിതെറ്റിക്കുന്ന മായാ പ്രപഞ്ചം ഇവിടെ കിടക്കുകയാണ്. പ്രലോഭനങ്ങൾ ഒരുപാട് കിടക്കുന്നു. നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ആ തീക്ഷ്ണമായിട്ടുള്ള ആ ഒരു സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു അന്വേഷണത്തിന്റെ. അതുകൊണ്ടാണ് ഗുരു ഇവിടെ പറയുന്നത്, പല പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ആ നദികൾ സമുദ്രത്തിൽ പ്രാപിക്കുന്ന പോലെയാണ് എല്ലാ മതവും ഏകമായിട്ടുള്ള സത്യസ്വരൂപമായിരിക്കുന്ന വസ്തുവിൽ ചേർന്ന് ലയിക്കുന്നത്. പിന്നെയോ തത്തത്കാല സമുദ്ധാനാത് ആചാര്യാണാം മഹാത്മനാം പന്ഥാനോ ജ്ഞാനവൈചിത്ര്യാത് വിചിത്രാസന്ധി സർവദാ. മഹാത്മാക്കളായ ആചാര്യാണാം ആചാര്യന്മാരുടെ തത്തത്കാല സമുദ്ധാനാത്, അതാത് കാലത്തെ ജനനം കൊണ്ട്, സമുദ്ധാനം ജനനം കൊണ്ട്, ജ്ഞാനവൈചിത്ര്യാത് അതുപോലെ ഈ ജ്ഞാനത്തിന്റെ വിശേഷം കൊണ്ടും, സർവദ എല്ലായിടത്തും, പന്ഥാനഹ മാർഗങ്ങൾ, വിചിത്രാഹ സന്ധി വിചിത്രങ്ങളായിട്ട് ഭവിക്കുന്നു. ഈ മത ആചാര്യന്മാര്, നമ്മൾ അറിയപ്പെടുന്ന ഓരോ മതത്തിന്റെയും ആചാര്യന്മാര് പല സമയത്താണ് ജനിച്ചിട്ടുള്ളത്, പല കാലങ്ങളിലാണ് ജനിച്ചത്. അവരുടെ അന്നത്തെ രീതിയിൽ അവര് അതിനെ അവതരിപ്പിച്ചു. അതുകൊണ്ട് ആണ് പല വിഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ പല മതങ്ങളുണ്ട് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചത്. അപ്പൊ സത്യത്തില് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ആചാര്യന്മാർ പല കാലങ്ങളിലും പല ദേശങ്ങളിലും ഒക്കെ
ജനിച്ചവരാണ്. ആ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ചില സ്വാധീനങ്ങൾ അതിനകത്ത് പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും എന്തു വരുന്നില്ല, അതിൻ്റെ സത്തയ്ക്ക് മാറ്റമില്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അങ്ങനെ വൈചിത്ര്യം, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. അല്ലാതെ അവരുടെ കുഴപ്പമോ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ കുഴപ്പമോ ഒന്നുമല്ല. അവര് പല പല രീതിയിൽ അതിനെ അവതരിപ്പിച്ചു. മനുഷ്യനെ ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഓരോ കാലം. ഇപ്പം ഈ കാലഘട്ടത്തിൽ ഗുരു വന്നപ്പോൾ, ഇപ്പോൾ ഗുരുവിൻ്റെ പേരിലൊരു മതം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞ് ശ്രീനാരായണ മതം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന പല ആശാന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ അത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഇവിടെ പുതുതായിട്ട് ഗുരുവൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, മഹർഷിമാരും പറഞ്ഞിട്ടില്ല. പണ്ട് ഉണ്ടായിരുന്ന മഹർഷിമാർ കണ്ടെത്തിയ അതേ സത്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ അതിന് ഇന്നത്തെ രീതിയിൽ, ഇപ്പോൾ കുട്ടികൾ ഇന്നത്തെ സയൻസ് പഠിക്കുന്നു. ആധുനിക മനുഷ്യൻ അവൻ എനർജിയെ കുറിച്ച് പഠിക്കുന്നു. ആ എനർജി കൺസർവേഷൻ തിയറി പഠിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ എനർജിയെ ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. അത് മോഡേൺ സയൻസ് കണ്ടെത്തിയ ഒരു സത്യമാണ്. പക്ഷെ അവനവിടെ നിന്നില്ല, അവൻ വീണ്ടും അന്വേഷിച്ചു. പിന്നെ അവന് ആറ്റംസിനെ കണ്ടെത്തി. അപ്പൊ ആറ്റം ഒക്കെ അതിന് എത്രയോ വർഷത്തെ നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ്. ഇത് ഇങ്ങനെ മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ എനർജിയെ നമുക്ക് പുതുതായിട്ട് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നുള്ള ആധുനിക സയൻസിന്റെ കണ്ടുപിടുത്തം. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രപഞ്ചം ഇവിടെ ചലിക്കുന്നത്. ആ ശക്തി കൊണ്ടാണ്. ഇപ്പൊ ശിവന്റെ താണ്ഡവമൊക്കെ ആയിട്ട് പറയുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് അങ്ങനെ ഒരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ആ കാര്യം മനസ്സിലാക്കാത്ത ആളുകൾ എന്ത് ചെയ്തു? അത് വിശ്വാസമായിട്ടും അതിനകത്ത് അന്ധവിശ്വാസം ഉണ്ടെന്നും അതുപോലെ പല പല തെറ്റിദ്ധാരണകൾ അവിടെ പരത്തി. നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. മോഡേൺ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ആ തലത്തിലൂടെ മാത്രമേ നമുക്കിതിനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുള്ളൂ. എനർജിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ എനർജിയെയും സ്പന്ദിപ്പിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ചോദിച്ചു വരുമ്പോൾ അവന്റെ ആധുനിക സയൻസിന്റെ പരിമിതി അവന് തിരിച്ചറിയാൻ പറ്റുന്നു. അപ്പൊ പരിമിതികളില്ലാത്ത തലത്തിലേക്ക് പൂർവികരായിട്ടുള്ള മഹർഷിമാർ സഞ്ചരിച്ചിട്ടുണ്ടെന്നും അവര് കണ്ടെത്തിയ സത്യത്തിന്റെ അപ്പുറത്തേക്ക് ആധുനിക സയൻസിന് എത്താൻ പറ്റിയിട്ടില്ല എന്നും ഉള്ള തിരിച്ചറിവ്. അപ്പൊ മോഡേൺ സയൻസിനെ കൂട്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടുപിടിക്കുകയല്ല, അതൊരു ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ പഠിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ മഹർഷിയാണ്. ഈ പ്രപഞ്ചത്തെ മിഥ്യയായിട്ട് ഇത് ഈ രീതിയിൽ സത്യമല്ലെന്ന് 100% ഉറപ്പുള്ള ഒരാളാണ് പറയുന്നത്. എന്താണ്? ഇവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിപ്പിക്കണം, അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തിനാ പറയുന്നത്? അപ്പോൾ ഈ മാറുന്ന കാലത്തിലും മാറാത്ത സത്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ, ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇന്ന് വളർന്നു വന്നിട്ടുള്ള ആ വിദ്യയെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആചാര്യൻ അത് അവതരിപ്പിക്കുമ്പോഴാണ് അതിനൊരു പുതുമയുണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആചാര്യന്മാര് അതിനെ ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കി അവതരിപ്പിക്കുന്നു. അതിനു മുൻപുള്ള ആളുകൾ, ഇപ്പൊ ശങ്കരാചാര്യരുടെ കാലത്ത് ശങ്കരാചാര്യർക്ക് ഈ വക കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. അന്ന് ശങ്കരാചാര്യർക്ക് അദ്വൈത മതത്തെ അല്ലെങ്കിൽ അദ്വൈത വേദാന്തത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് പ്രധാന ദൗത്യമായിരുന്നു. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ചെറിയ പ്രായത്തിൽ തന്നെ ആ കാര്യങ്ങളിൽ മുഴുകി അതിനെ പുനഃസ്ഥാപിച്ചത്.
അപ്പോ ദശോപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം, ഒരു ഭാഷ്യം ഇന്ന് വരെ വേറെ ആർക്കും എഴുതാൻ പറ്റിയിട്ടില്ല. കാരണം അതിനകത്ത് പ്രതിപാദിക്കുന്ന കാര്യം ഈ സത്യത്തെക്കുറിച്ചാണ്. അപ്പോ അത് തന്നെയാണ് അതിന്റെ എല്ലാവിധ യുക്തികളും, പ്ലസും മൈനസും അന്ന് നിലനിന്നിട്ടുള്ള മറ്റു ഒരുപാട് സമ്പ്രദായങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട്, വെറുതെ ഖണ്ഡിക്കുകയല്ല, അതിന്റെ അശാസ്ത്രീയത പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. അപ്പോ അന്ന് ആദിശങ്കരാചാര്യർക്ക് അത് ആവശ്യമായിരുന്നു, അദ്ദേഹത്തിന് അത് ഡ്യൂട്ടി ആയിരുന്നു. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ് ചെയ്യാനുള്ളത്. വിവേകാനന്ദ സ്വാമി വന്നപ്പോ അത് ലോകത്തിന്റെ മുൻപിൽ ഈ ഒരു തത്വത്തെ, ഈ ഒരു ശാസ്ത്ര സത്യത്തെ അവതരിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഈ ഇത്രയും കാലം മാറുമ്പോഴും ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്ന ആ തമ്മിലടിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഗുരുവിന്റെ ശാസ്ത്രീയമായിട്ടുള്ള സമീപനം ആവശ്യമായിരുന്നു. അപ്പോഴും ഈ ആധുനിക ശാസ്ത്രത്തെ പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും കൃഷി ചെയ്യണമെന്നും, അപ്പൊ ഈ ശാസ്ത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാം. അപ്പൊ ജീവരാശിയുടെ നട്ടെല്ല് കൃഷിയാണെന്ന് പറയുന്നു. അതുപോലെ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ പറയുന്നു. ഏതിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്? അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ സമഗ്രമായിട്ടുള്ള വളർച്ചയെ, ഭൗതികമായിട്ടത് സത്യമല്ല എന്ന് താൽക്കാലികമാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ശരിക്കും അറിയാവുന്ന ഒരാള് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാറാത്തതിലേക്ക് അവൻ എത്തിപ്പെടണമെന്നുള്ള ആ ഒരു നൂതനമായിട്ടുള്ള ആശയം. പക്ഷെ ആ നൂതനമായിട്ടുള്ള ആശയത്തെ നമ്മൾ എത്രമാത്രം ഉൾക്കൊണ്ടു? ഇപ്പൊ വെറുതെ നമ്മൾ ഈ മതത്തിന്റെ സാരം ഒന്നാണ് എന്ന് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഓരോ കാലഘട്ടങ്ങളിലും ഗുരു അതാണ് പറയുന്നത്, ഓരോ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ആചാര്യന്മാര് അവരെ നയിച്ചത് ഈ സത്യത്തിലേക്കാണ്. പക്ഷെ പിന്നീട് വന്നവര് ആ രീതിയിൽ അതിനെ ഉൾക്കൊണ്ടില്ല, അല്ലെങ്കിൽ അതിനെ നവീകരിച്ചില്ല. മറിച്ച് വീണ്ടും വീണ്ടും അന്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് അവർ പോയി. അതാണ് വന്നത്. അപ്പൊ ഇപ്പൊ ഗുരു 8 വിഷയങ്ങളെ കുറിച്ച് വളരെ സമഗ്രമായിട്ട് അതിനെ എല്ലാത്തിലും ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. 8 വിഷയങ്ങളിൽ വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇത് ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഗുരു അവതരിപ്പിച്ചു. അതിനോടൊപ്പം മതത്തിന്റെ സാരാംശം അവൻ എത്തിപ്പെടേണ്ടത് ഇവിടെയാണ്. ഇതൊക്കെ നീ അനുഭവിച്ചോളൂ, പക്ഷെ ഇത് ശാശ്വതമല്ല. അത് നമുക്ക് ആധുനിക സയൻസിന്റെ വെളിച്ചത്തിൽ കുറച്ചും കൂടി ഉറപ്പിക്കാൻ പറ്റും. ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള, ഈ നിമിഷം വരെ കണ്ടെത്തിയിട്ടുള്ള സത്യം അല്ല അടുത്ത നിമിഷത്തിൽ ഉള്ളത് എന്ന് ആധുനിക ശാസ്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഹർഷിമാരുടെ സത്യമോ? അവര് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ ആ സത്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഒരിക്കലും സത്യത്തിനുണ്ടാകില്ല. കാരണം മാറ്റങ്ങളെയെല്ലാം കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മാറാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യമെന്ന് മഹർഷിമാരുടെ നിരന്തരമായിട്ടുള്ള ആ തപസ്സിലൂടെ അവർ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. മാറ്റമുണ്ടാകുന്നതെല്ലാം നമ്മുടെ ഈ ബാഹ്യമായിട്ടുള്ള കണ്ണുകൊണ്ട് കാണുന്നതൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കാഴ്ച അല്ലേ, ആ സാക്ഷിയായിരിക്കുന്ന അതൊരിക്കലും മാറുന്നില്ല. അതാണ് ശരിക്കുള്ള സത്യമെന്ന് അവർ പറയുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ വാക്കുകളെ നമ്മൾ പിന്തുടരുകയും അവരുടെ യുക്തിയെ, നമ്മുടെ ആധുനിക യുക്തിവാദികളുടെ യുക്തിയല്ല യുക്തി, അത് ഏതോ വിശ്വാസത്തെ, ഇപ്പൊ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ അവനും വിശ്വസിക്കുകയാണ് ദൈവം ഇല്ല എന്നുള്ളത്, അല്ലെ? അതുകൊണ്ട് അത് ബാലിശമായിട്ടുള്ള യുക്തിയാണ്. മഹർഷിമാരുടെ യുക്തി എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ പ്ലസും മൈനസ്, അവിടെ ആരെയും നമ്മൾ ആക്ഷേപിക്കുന്നില്ല. ഒരു കാര്യത്തെ നമ്മൾ പറഞ്ഞ് സമർത്ഥിക്കാൻ പോകുമ്പോൾ മറ്റേ ആളെ അടിച്ചമർത്തുകയോ അവനെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യല്ല. പക്ഷെ മോഡേൺ യുക്തിവാദികളോ നിരീശ്വരവാദികളോ അവരൊക്കെ വൈരാഗ്യം കൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്, അതല്ല ശരി. നമുക്ക്
കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ആ ഒരു തലത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റണം. അപ്പോൾ ഓരോ സമയങ്ങളിൽ ഓരോരോ രീതിയിൽ മത ഭേദങ്ങൾ വന്നതിന്റെ കാരണം ഈ അറിവില്ലായ്മയാണ് എന്ന് ഗുരു പറയാണ്. തഥാപി തേഷാമാസ്തിക്യം പ്രാപ്യമുദ്ദേശ്യമേവച ഏകതാം ദ്യോത യത്യേവ തദേകം മതമീര്യതേ. എന്താണ്? തഥാപി അപ്രകാരമാണെങ്കിലും തേഷാം ആ മത ആചാര്യന്മാരുടെ ആസ്തിക്യം അസ്ഥി ഉണ്ട് എന്നുള്ള അവസ്ഥ, പ്രാപ്യം അതുപോലെ ചെന്ന് ചേരേണ്ട ലക്ഷ്യവും, ഉദ്ദേശവും ഏകതാം ഏവ ഒന്നിനെ തന്നെയാണ്. ദ്യോതയതി ദ്യോതിപ്പിക്കുന്നത്. അപ്പോൾ ചേരേണ്ട ലക്ഷ്യം, ഉദ്ദേശം ഒക്കെ ആ ഒന്നിനെ തന്നെയാണ് എന്ന് ദ്യോതിപ്പിക്കുകയാണ്. അത് പറയുകയാണ്, അറിയിക്കുകയാണ്. തത് അതിനാൽ മതം ഏകം, മതം ഒന്നേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നു. ഈര്യതേ പറയപ്പെടുന്നു. അപ്പോൾ വിഭിന്ന മതസ്ഥാപകന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെ ഉദ്ദേശം, ലക്ഷ്യം ഒക്കെ ഒന്നാകുന്നത് കൊണ്ട് തന്നെ മതം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര ക്ലിയർ കട്ടായിട്ടാണ് ഗുരു ഈ കാര്യം ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പല പല രീതിയിലുള്ള ആശയങ്ങൾ ആര് പറയുമ്പോഴും അതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എത്തിപ്പെടേണ്ടത്, സാക്ഷാത്കരിക്കേണ്ടത് ഒന്ന് തന്നെയാണ് എന്നുള്ള ആ അവബോധം നമുക്ക് ശാസ്ത്രീയമായിട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ, അത് നമ്മുടെ വരും തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത്, ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നത് ഈ മതത്തിന്റെ പേരിലാണ്. ഓരോരുത്തരുടെ മതത്തിൽ വിശ്വസിച്ചാൽ അവനെ കൊല്ലില്ല, അവന്റെ മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവനെ കൊല്ലുക. എന്തൊരു ക്രൂരമായിട്ടുള്ള ഒരു രീതിയാണ്. ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതി, അതിന്റെ സൂക്ഷ്മവശം അറിയാതെ ബാഹ്യമായിട്ടുള്ള എന്തോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്റെ മാത്രം ശരി എന്നുള്ള നിലയിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും, ഇങ്ങനെ മനുഷ്യൻ അധപ്പതിച്ചു പോവുകയാണ്. ശ്രേഷ്ഠതയിലേക്ക് എത്തേണ്ടതിന് പകരം അവൻ നശിച്ചു പോവുകയാണ്. നമ്മുടെ ആറ്റമിനെ പോലെയാണ്. ആറ്റം നല്ലതിനു വേണ്ടിയാണ് ആറ്റം കണ്ടുപിടിച്ചത്. പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്നതോ ഏറ്റവും മോശമായിട്ടുള്ള ഇതിനാണ്. ഇപ്പം നന്മയിലേക്ക് എത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്, ത്യാഗമുണ്ട്. തിന്മയോ അത് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്യാണ്. നമ്മളുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തിന്മകൾ എത്ര പെട്ടെന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നന്മ ആരും മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മളുടെ ഈ ശിവഗിരി TV-യിലൂടെയുള്ള നമ്മുടെ ഈ സത്സംഗമുണ്ട്, ഗുരുവിനെ കുറിച്ചുള്ള ഈ ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സിൽ വിവാദങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അത് വലിയ ഒരു ഷെയർ ചെയ്യുന്നില്ല, അത് വലിയ ന്യൂസായിട്ട് മാറുന്നില്ല. പക്ഷേ എന്തെങ്കിലും നമ്മൾ ആരെയെങ്കിലും പറഞ്ഞ് ഒന്ന് വിവാദമാക്കിയാലോ ഇതിന് ലൈക്കും ഷെയറും ഒക്കെ ഒരുപാട് കൂടും. ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണാനുണ്ടാവും. പക്ഷെ ഇത് ഏറ്റവും സാത്വികമായിട്ടുള്ളതും താത്വികമായിട്ടുള്ളതും ഭക്തിപ്രധാനവും ജ്ഞാനപ്രധാനവും ഒക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതത്ര പിടിക്കില്ല. കാരണം ഇതൊരു വരണ്ട അല്ലേ ഒരു സംഭവമാണ്. ഇതാർക്ക് വേണം?
അപ്പോൾ ലോകത്തിൽ നമ്മൾ എവിടെ നോക്കുമ്പോഴും നന്മയുടെ ഭാഗത്ത് എപ്പോഴും ആളുകൾ കുറവാണുള്ളത്, തിന്മയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ. അല്ലെങ്കിൽ ആസുരീ സമ്പത്താണ് മുന്നിട്ട് നിൽക്കുന്നത്, ദൈവീ സമ്പത്ത് വളരെ കുറവാണ്. ഇത് ലോക സ്വഭാവമാണ്. അപ്പം അതിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. ഇപ്പോൾ ഗുരുഭക്തന്മാരായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അവരാരും തന്നെ എന്തുകൊണ്ടാണ് ഗുരുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഈ വിഷയങ്ങളിൽ അവർ ശ്രദ്ധിക്കാത്തത്? നമ്മൾ എത്ര പേർക്ക് ഷെയർ ചെയ്താലും അവർ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാത്ത എന്തുകൊണ്ടാണ്? ഇത് പോലെ തന്നെയാണ് മതത്തിൻ്റെ ആ ഏറ്റവും സാരവത്തായ ആ വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാതിരിക്കുന്നത്. തെറ്റിദ്ധാരണകൾ പെട്ടെന്ന് ഇപ്പം നമ്മളായാലും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ കുറിച്ച് ആരെങ്കിലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് സംശയിച്ചു പോകും. നമ്മളതിൻ്റെ വസ്തുതയെക്കുറിച്ച് അന്വേഷിച്ചിട്ടല്ല വിലയിരുത്തുന്നത്. അങ്ങനെ തന്നെയാണ് ഏത് ഇതിൽ നമ്മൾ നോക്കുമ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള മതത്തെ, യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ മതത്തിലുള്ളവരും ജീവിച്ചു കഴിഞ്ഞാൽ വിഭാഗീയതകളില്ലാത്ത ഒരു സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഗുരു അത് വളരെ വ്യക്തമായിട്ട് യാതൊരു സംശയത്തിനും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കാതിരിക്കുമ്പോൾ, ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ഇനി സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ആളുകൾ ഒക്കെ എല്ലാവർക്കും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ട്. ഈ ഒരു ശുദ്ധമായിട്ടുള്ള സത്യത്തെ എല്ലാവരിലേക്കും പ്രചരിപ്പിക്കേണ്ടത്. വിവാദങ്ങളുടെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്, മറിച്ച് വിവാദരഹിതമായിട്ടുള്ള ഒരു നിർമ്മലമായ, സ്വച്ഛമായ, ശാന്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. ആചാര്യന്മാർ, മതാചാര്യന്മാർ അങ്ങനെ ആണ് ലോകത്തോട് ഉദ്ബോധിപ്പിച്ചത്. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയാം, അതെല്ലാം ബധിര കർണങ്ങളിലാണ് പതിച്ചിരിക്കുന്നത്. അതായത് ഈ മുൻവിധികളുള്ള ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെ പല പല സിദ്ധാന്തങ്ങളിലുമൊക്കെ ചിന്തിക്കാതെ അത് തന്നെയാണ് ശരിയെന്നുള്ള ധാർഷ്ട്യമുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകൾ അവർക്കാണ് അവരുടെ കാതാണ് എന്തായിരിക്കുന്നത്, ബധിരമായിരിക്കുന്നത്. അത് കേൾക്കുന്നില്ല, അവരുടെ കാതുകളിൽ ഇത് പതിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പതിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഊഷരമായിട്ടുള്ള ഒരു ലോകം അല്ലേ? ഇവിടെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെ ജീവിക്കും? ഇങ്ങനെയൊക്കെ നമ്മൾ പല വഴിയിലൂടെ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ സൈലന്റ് ആയി പോകും. നമ്മൾ ആരോട് സംസാരിക്കും? എന്തിന് സംസാരിക്കും? ആർക്ക് വേണ്ടി? കാരണം എല്ലാവരും അവരവരുടെ ലോകത്ത്, സ്വാർത്ഥമായിട്ടുള്ള ലോകത്ത് അങ്ങനെ പോവുകയാണ്, വീണ്ടും വിചാരമില്ലാതെ. അതൊക്കെ നോക്കിയിട്ടാണ് മഹർഷിമാര്, ആചാര്യന്മാരൊക്കെ വിലപിക്കുന്നത്. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യനത് അനുസരിക്കുന്നില്ല? അവന് അത്രയും ശക്തമായിട്ടുള്ള ഒരു മായ അവനെ പിടികൂടിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഇവിടെ എന്തെല്ലാം കണ്ടു മടുത്ത് ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ട്. ഗുരു അനുഭവിച്ച മാനസികമായിട്ടുള്ള വ്യഥ, തൻ്റെ ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ചുറ്റുപാടുമുള്ളവർ ആ രീതിയിൽ ഗുരുവിനെ
മനസ്സിലാക്കാതെ പോയി. അത് ഗുരു മനസ്സിലാക്കിയിട്ടാണ് ഇനി കേരളത്തിലേക്കില്ല, മലയാളത്തിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിലേക്ക് പോകുന്നത്. നോക്കണം, മഹാത്മാക്കളുടെ വാക്കുകൾ അതൊരിക്കലും വൃഥാവിലാകില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് സാക്ഷാത്കരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അത് പ്രവൃത്തി പഥത്തിൽ വന്നേ പറ്റൂ. കൂടെയുള്ളവർക്ക് ആ രീതിയിലുള്ള ഒരു മാനസിക വികാസം, ബൗദ്ധികമായിട്ടുള്ള ഉണർവ് ഒക്കെ ഉണ്ടായാൽ മാത്രമേ അതിന് തനതായിട്ടുള്ള ആ ഒരു സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കണം. നമ്മളുടെ ഈ മത ചിന്തകൾ, സങ്കുചിതമായിട്ടുള്ള ചിന്തകൾ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട്, മത വിദ്വേഷങ്ങൾ മാറ്റുവാനായിട്ട് നമ്മൾ പരസ്പരം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വിദ്വേഷങ്ങൾ പരത്താതെ, അത് മതവുമായിട്ട് ഇനി യാതൊരു ബന്ധമില്ലെന്നുള്ള അറിവിൽ ഒക്കെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം. അത് നമ്മുടെ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും അത് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള മൂല്യവത്തായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.